പറയുമ്പോൾ അത്ര വലിയ സ്റ്റാർ വാല്യൂ ഒന്നുള്ളവന്മാരല്ല, പക്ഷെ അവന്മാരുടെ ഒരു കിഡിലായിട്ടുണ്ട്. ഒടുക്കലത്ത് ആത്മാർത്ഥതയാണ്. അതൊരു പൊള്ളി ഗ്യാങ് ആണ്. പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിലെ തന്റെ താരങ്ങളെ കുറിച്ച് ആശാന് വല്ലാത്ത ഒരു ആത്മവിശ്വാസമുണ്ട്. ഇന്ന് മീഡിയ ഡേയുടെ സെക്കൻഡ് ഡേയിൽ കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു പരിപാടി നടന്നത്, മാരിറ്റിൽ വെച്ചിട്ട്. അപ്പം ആശാൻ തന്റെ ടീമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്: ദ ഗൈസ് ഹാവ് ബീൻ സൂപ്പർ കമ്മിറ്റഡ് ഫ്രം ദ വെരി ഫസ്റ്റ് സെക്കൻഡ്. അതായത് ഈ പിള്ളേർ എക്സ്ട്രീംലി സമർപ്പണബോധമുള്ളവരാണ്, ഒട്ടുകലത്ത് ആത്മാർത്ഥതയുള്ളവർ. ആദ്യ സെക്കൻഡ് മുതൽ തമ്മിൽ കണ്ട് ആദ്യ സെക്കൻഡ് മുതൽ വളരെയധികം ആത്മാർത്ഥതയുള്ള ഒരു കൂട്ടമാണ് ഈ ഗ്രൂപ്പ് എന്നാണ് പുള്ളി പറയുന്നത്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ് ഹു ആർ ഈഗർ ടു ഡെവലപ്പ് ദംസെൽസ്. അതായത് സ്വയം മെച്ചപ്പെടുവാൻ, സ്വയം വികസിപ്പിക്കുവാൻ വളരെയധികം ത്വരയുള്ള, വളരെയധികം ഈഗറായിട്ടിരിക്കുന്ന, വളരെ മനോഹരമായിട്ടുള്ള, വളരെ മികച്ച ഒരു ഗ്രൂപ്പാണ്, വളരെ മഹത്തായ ഒരു കൂട്ടമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെതെന്നാണ് മിഖായൽ സ്റ്റെഹറ പറഞ്ഞിരിക്കുന്നത്. ഇത്തിരി തള്ളൊന്നുമല്ലേ, കറക്റ്റ് മലയാളമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. മിഖായൽ സ്റ്റെഹറ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന്റെ എക്സാക്ട് മലയാളമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ആലങ്കാരികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. പുള്ളിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ദ ഗേസ് ഹാവ് ബീൻ സൂപ്പർ കമ്മിറ്റഡ് ഫ്രം ദ വെരി ഫസ്റ്റ് സെക്കൻഡ്. അതായത് ഈ പിള്ളേർ എന്ന് പറയുന്നത് കണ്ട ആദ്യ സെക്കൻഡ് മുതൽ ഒടുക്കല ആത്മാർത്ഥമുള്ളവന്മാരാണ്, എക്സ്ട്രീംലി കമ്മിറ്റഡ് ആണ്. ഫ്രം ദ വെരി സെക്കൻഡ്, അതായത് ആദ്യ സെക്കൻഡ് മുതൽ, ആദ്യ നിമിഷം മുതൽ തന്നെ ഇവന്മാർ കൊടുക്കല ആത്മാർത്ഥതയാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ് ഹു ആർ ഈഗർ ടു ഡെവലപ്പ് ദംസെൽസ്. ഇത് സ്വയം വികസിപ്പിക്കാൻ വളരെയധികം ഉത്സുകരായിരിക്കുന്ന ഒരു താരങ്ങളുടെ കൂട്ടമാണ്, ഒരു പറ്റം താരങ്ങളുടെ കൂട്ടമാണ്. ഇറ്റ്സ് എ ഗ്യാങ്. ഇതൊരു ഗ്യാങ് ആണ്, ഒരു കൂട്ടമാണ് ഒടുക്കലത്ത് ആത്മാർത്ഥതയുള്ള സ്വയം മെച്ചപ്പെടുവാൻ വളരെ ഉത്സുകരായിരിക്കുന്ന ഒരു കൂട്ടമാണ്. ഇത്തരത്തിലൊരു കൂട്ടത്തിന് വിപ്ലവം നടത്താൻ വരെ കഴിയും. സോ ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പന്മാർ അത്ര വലിയ സ്റ്റാർ വാല്യൂ ഒന്നും ഇല്ലെങ്കിലും ആത്മാർത്ഥത കൊണ്ട്, ഹൃദയത്തിൽ ആവേശം, ആത്മാവിൽ കത്തിച്ച് വിപ്ലവം നടത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം.